ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. എല്ലാവരും നല്ല ആരോഗ്യത്തോടും സന്തോഷത്തോടും ദീർഘായുസ്സോടും ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അകലെ സീരിയലിൻ്റെ റിവ്യൂയിലോട്ട് പോകാം. രാജു ഋതിയെ കല്യാണം കഴിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും രാധമ്മയുടെ തലമണ്ടയിലോട്ട് അതൊട്ട് കയറുന്നതില്ല. രാധമ്മയ്ക്ക് ശ്രീലക്ഷ്മിയുടെ ഹരീഷിൻ്റെ ജീവിതം മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. വേണുവേട്ടൻ പലതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. രാജു ഈ വീട്ടിലെ വണ്ടിക്കാളയല്ല, അവനും ഒരു ജീവിതമുണ്ട്, നീ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല, അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെയല്ലേ അവൻ കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ രാധമ്മയുടെ തലമണ്ടയിലോട്ട് അത് കയറുന്നില്ല. ഒന്നുകിൽ രാജു ഋതികയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്നും പറഞ്ഞ് രാധമ്മ ഹരീഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും കൂടെ പോകാനൊരുങ്ങുവാണ്. നീ പോകരുത് എന്ന് വേണുവേട്ടൻ പറഞ്ഞിട്ടും അതിനെ ധിക്കരിച്ച് പോകാനൊരുങ്ങുമ്പോൾ എത്ര നേരമാണ് നമ്മുടെ വേണുവേട്ടൻ ഇതൊക്കെ ക്ഷമിക്കുന്നത്. വേണുവേട്ടൻ സഹികെട്ട് രാധമ്മയുടെ ചെവിക്കുറ്റിക്കൊരു പൊട്ടീര് കൊടുക്കുന്നുണ്ട്. ആ അടി കൊണ്ട് രാധമ്മ അങ്ങ് ബോധം കെടുന്നുണ്ട്. അയ്യോ അമ്മേ എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിലവിളിക്കുന്നതൊക്കെ കേട്ടോണ്ട് അകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഋതിക ഓടി വരുവാണ്. ഓടി വന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ വേണുമങ്ങളെ രാധമ്മ അടിച്ചത് എന്നും പറഞ്ഞ് ഋതിക അകത്തോട്ട് ഓടിച്ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് രാധമ്മയുടെ മുഖത്തു തളിച്ച് രാധമ്മേന്ന് വിളിച്ച് രാധമ്മ അങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഋതിക രാധമ്മയുടെ കവിളിലിങ്ങനെ തലോടുന്നതാണ്. അത് കാണുമ്പോൾ രാധമ്മയ്ക്ക് ഒന്നുകൂടെ കോപം അങ്ങോട്ട് ഇരട്ടിക്കുവാണ്. നീ എന്നെ തൊട്ടുപോകരുത്, നീ പോയിവിടുന്ന് എന്നും പറഞ്ഞ് അലറുവാണ് രാധമ്മ. ഋതിക അത് കേട്ട് സങ്കടപ്പെടുന്നത് കണ്ട് രാജുവിനും സങ്കടം വരുന്നുണ്ട്. രാജു ഇങ്ങനെ ഋതികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കൊച്ചമ്മണിയും ഋതികയെ സമാധാനിപ്പിച്ചിട്ട് വാ മോൾ അകത്ത് വാ എന്നും പറഞ്ഞ് കൊച്ചമ്മണി ഋതികയെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ രാജു ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ്. രാധമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ഇന്ന് വരെ അവൻ കണ്ടിട്ടുള്ള അവൻ്റെ അമ്മയുടെ രൂപവും ഭാവവും ഒന്നുമല്ല. രാധമ്മ ഇങ്ങനെ കലുകൊണ്ടിങ്ങനെ ദേഷിച്ച് നിൽക്കുവാണ്. നമ്മുടെ വേണുവേട്ടൻ ഒരു കുലുക്കവുമില്ല. വേണുവേട്ടൻ പോയി രാധമ്മയെന്നും പറഞ്ഞ് വിളിക്കുമെന്നൊക്കെ രാധമ്മ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ വേണുവേട്ടൻ നല്ല ഒരു കുലുക്കവുമല്ല, നല്ല സ്റ്റഡിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കൊച്ചുമകൾക്ക് ഇഷ്ടപ്പെട്ട വരനെ തന്നെ നേടിക്കൊടുത്തെങ്കിലും സരസ്വതിയമ്മയുടെ മനസ്സിനാകെ ഒരു സങ്കടം. സരസ്വതിയമ്മ ഇരുന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ കൊച്ചുമോൾക്ക് അവിടെ സമാധാനവും സന്തോഷവും കൊടുക്കണേ, എൻ്റെ കൊച്ചുമോൾക്ക് ഒരു വിഷമവും കൊടുക്കല്ലേ, എൻ്റെ മോളെ കാത്തു രക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാമിനിയും ശേഖറും അപ്പുവും അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ അമ്മയുടെ മുഖത്തെന്താ ഒരു വിഷമം? അത് ഞാൻ ഋതുമോളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്, അവിടെ എന്തായോ എന്തോ എന്നിങ്ങനെ വിഷമിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ യാമിനി പറയുന്നുണ്ട്, അമ്മേ അവരൊക്കെ നല്ല മനുഷ്യരാണ്, ഋതുമോൾക്ക് അവിടെ സങ്കടം ഒന്നും ഉണ്ടാവില്ല, സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പാവം അവരാരും അറിയുന്നില്ലല്ലോ, ഋതുമോൾ അവിടെ കാലെടുത്ത് വെച്ച നിമിഷം മുതൽ ഋതുമോടെ കണ്ണുനീർ തോർന്നിട്ടില്ലെന്ന് സരസ്വതിയമ്മ പറയുന്നുണ്ട്. ചെറുക്കനും പെണ്ണും വന്ന് ഇവിടെ വന്ന് സൽക്കാരം സ്വീകരിക്കാതെ നമുക്കങ്ങോട്ട് പോകാനും പറ്റില്ല, അതാണല്ലോ ആചാരം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ യാമിനി? ശേഖരൻ പറയാ, അമ്മയ്ക്ക് ഋതുമോളെക്കുറിച്ച് ഒരേ ടെൻഷൻ ചേട്ടാ, അതിന് അമ്മ എന്തിനാ വിഷമിക്കുന്നത്, അവൾക്കവിടെ ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്നിങ്ങനെ പ്രതാപൻ സന്തോഷത്തോടെ പറയുവാണ്. വേണുവേട്ടനും രാജുവൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ അല്ലയോ അമ്മേ? അതുകൊണ്ടല്ല, കല്യാണത്തിന് രാജുവിൻ്റെ വീട്ടുകാരും പങ്കെടുത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അംബികയും മകനും മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ നിന്ന് കേൾക്കുവാണ്. പ്രതാപൻ പറയുന്നു, അത് അവരുടെ ഫാമിലി ഇഷ്യൂ അമ്മേ, അത് ഋതിയും തമ്മിൽ എന്താ ബന്ധം? വേണുവേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടിട്ട് കൂടിയാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട അമ്മേ. ഋതുമോളെ അവർക്ക് കിട്ടിയപ്പോൾ ഒരു നിധി കിട്ടിയ സന്തോഷമായിരിക്കും അവർക്കവിടെ. അംബിക മകനോട് പറയുന്നുണ്ട്, രാജുവിൻ്റെ വീട്ടിൽ നടന്ന കല്യാണ നാടകമൊന്നും പ്രതാപൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അത് നമുക്ക് പൊട്ടിക്കണോ? സരസ്വതിയമ്മ എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും സരസ്വതിയമ്മയുടെ മുഖത്തൊരു സന്തോഷവും വരുന്നില്ല. അത് കണ്ടുകൊണ്ട് പ്രതാപൻ വീണ്ടും പറയും, അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ വേണുവേട്ടന്, എത്ര കൊല്ലം അവിടെ താമസിച്ചിരുന്നതാ. അത് കേട്ടോണ്ട് ശേഖരൻ പറയുന്നു, വേണുവേട്ടന് ചേരുന്ന ഭാര്യ തന്നെയാണ് രാധമ്മ, ഋതുമോളെ അവർക്ക് ജീവനാണ്. അംബിക പറയുക, കല്യാണം കഴിഞ്ഞ് അവിടെ എന്തൊക്കെ കോലാഹലം നടന്നതൊന്നും എടാ ദീപക്കെ ഇവരാരും അറിഞ്ഞിട്ടില്ലടാ, രുക്മിണി ഒന്ന് വിളിക്കണം, അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് അറിയാം. പ്രതാപം പറയുക, അവർക്ക് പണത്തിന് മാത്രമേ അല്ലമ്മേ ഒരു കുറവുള്ളൂ, അതിന് ഋതുമോൾക്ക് ഇവിടെയുള്ള സ്വത്തല്ല അവൾക്കുള്ളതല്ലേ. ഇതോടെ രാജുവിൻ്റെ വീട്ടുകാരൊക്കെ സമ്പന്നരായില്ലേ. ഇവിടുത്തെ സ്വത്ത് മാത്രമല്ലല്ലോ പ്രതാപ, സൂര്യമംഗലത്തുള്ള സ്വത്തും ഋതുമോൾക്കുള്ളതല്ലേ. ഇതൊക്കെ കേൾക്കുന്ന അംബികയ്ക്കും മോനും സഹിക്കുമോ? ഈ സ്വത്തിലായിരുന്നല്ലോ അമ്മയുടെയും മോൻ്റെയും കണ്ണ്. ദൈവമേ, അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ രണ്ടും നിൽക്കുന്ന നിപ്പൊന്ന് കാണണം.
രാജുവിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കാൻ സാധിച്ചത് തന്നെ നമ്മുടെ ഋതുമോളുടെ ഒരു ഭാഗ്യം തന്നെ എന്ന് ശേഖരൻ പറയുന്നുണ്ട്. പണത്തിന് വേണ്ടി ഒട്ടും അത്യാർത്തിയുള്ളവനല്ല രാജു. പണത്തിന് വേണ്ടി അവൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എന്നോട് പോലും ചോദിച്ചിട്ടില്ല, ഞാൻ കൊടുത്താലൊട്ടാൻ വാങ്ങിക്കത്തതുമില്ല. അതുകൊണ്ടായിരിക്കും പ്രതാപ ഈ കാണുന്ന സ്വത്തിനെല്ലാം അവൻ അവകാശിയായി തീരാൻ പോകുന്നത്. അംബിക എന്ന താടക അത് കേട്ടിട്ട് പറയുക, അവളെ ഞാൻ അവകാശിയാക്കാം, ഇങ്ങോട്ട് വരട്ടെ, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. രമ്യയാണെങ്കിൽ രാജുവിനെ കിട്ടാത്ത സങ്കടം സഹിക്കാൻ വയ്യാതെ റൂമിനകത്ത് കയറി കതകിന് കുറ്റിയിട്ടുണ്ടെങ്കിൽ ഇരിക്കുവാണ്. രുക്മിണിയാണെങ്കിൽ കതകിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് മോളെ കതക് തുറക്കെന്നും പറഞ്ഞ് കതകയിലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. രുക്മിണിക്ക് പേടി രമ്യ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന്. മോളെ അവിവേകം ഒന്നും കാണിക്കല്ലേ, എന്തിനും ഒരു പരിഹാരമുണ്ട്, എൻ്റെ മോളെ കതക് തുറക്ക് എന്നൊക്കെ വിളിച്ച് കൂവുന്നുണ്ട്. മോളെ അമ്മയല്ലേ വിളിക്കുന്നേ, കതക് തുറക്കും മോളെ, അമ്മയെ വിഷമിപ്പിക്കല്ലേ മോളെ എന്നൊക്കെ വിളിച്ച് കരഞ്ഞിട്ടും രമ്യയ്ക്ക് ഒരു കുലുക്കമില്ല. അവളിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അമ്മയെ ഇങ്ങനെ തീറ്റിക്കല്ലേ മോളെ, വാതിലൊന്ന് തുറക്ക്, നീ കടുങ്കൈ ഒന്നും ചെയ്യല്ലേ മോളെ, പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. ആ സമയത്ത് രുക്മിണിയെന്നും വിളിച്ചുകൊണ്ട് രാധമ്മയും പ്രിയയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. രാധമ്മയും പ്രിയയും രുക്മിണിയും കോറസ് പോലെ വിളിച്ചു പോവുകയാണ്, മോളെ കതവ് തുറക്ക്, മോളെ കതവ് തുറക്കെന്നും പറഞ്ഞ്. രാധമ്മയും പ്രിയയും കിടന്നങ്ങ് അലറി വിളിക്കുക, രമ്യയെ കതവ് തുറക്ക്, രമ്യയെ കതവ് തുറക്ക്. അത് കേട്ടോണ്ട് രുക്മിണിക്ക് കലിയിളകിയിട്ട് പറയാം, നിർത്തരി, നിൻ്റെയൊക്കെ ഒരു അഭിനയം. എൻ്റെ കൊച്ചെന്തെങ്കിലും കടുങ്കൈ കാണിച്ച നിന്നെയൊക്കെ പിന്നെ ജീവനോടെ വെച്ചേക്കത്തില്ല, നിന്നെയൊക്കെ ഞാൻ തുണ്ടമായിട്ട് അരിയുവടി. അവനുണ്ടല്ലോ ആ നന്ദി കെട്ട നായി രാജു, അവനെയും ആ മന്ത്രിയുടെ മോളുണ്ടല്ലോ, അവരെ രണ്ടുപേരെയും ഞാൻ ആദ്യം കൊല്ലും. രാധമ്മയും പ്രിയയും ഇത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ഇവളുമാർക്ക് അറിയാമല്ലോ രുക്മിണിയുടെ സ്വഭാവം എന്താണെന്ന്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ഇവളുമാർ സ്വത്തെല്ലാം കൂടെ കിട്ടുമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയത്. അനുഭവിക്കട്ടെ. രാധമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, രുക്മിണി ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ രുക്മിണിയെപ്പോലെ ഞങ്ങളും എന്ന് ബാക്കി പറയിച്ചില്ല. അതിനു മുമ്പേ രുക്മിണി മിണ്ടിപ്പോരുത്, നീയൊക്കെ ചേർന്ന് കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞ് കൊലച്ചെറി ചെയ്തോ. പ്രിയ അയ്യോ അതിന് അമ്മ എന്ത് ചെയ്ത്, മിണ്ടിപ്പോവരുതിന് നീ, ഇറങ്ങി രണ്ടുപേരും എൻ്റെ വീട്ടിൽ നിന്ന്, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം, നീയൊക്കെ ഇടിവെട്ടി ചാകുവടി. ഇതൊക്കെ കേട്ടോണ്ട് രമ്യ അകത്തിങ്ങനെ ഒരു കുലുക്കവും ഇല്ലാതെ ഇരിപ്പുണ്ട്. നല്ല പുള്ള ചമഞ്ഞ് വലിയ കാര്യം അങ്ങോട്ട് നടത്താൻ പോകാമെന്ന് വിചാരിച്ചിരുന്ന പ്രിയയും രാധമ്മയും ചമ്മി വിളറി നാണം കെട്ടവിടെ നിൽക്കുന്നുണ്ട്. ഋതികയും രാജുവും വേഷമൊക്കെ മാറി അവരുടെ ബെഡ്റൂമിൽ ഇരിക്കുവാണ്. ഋതിക സങ്കടത്തോടെ രാജുവിനോട് പറയുന്നു, രാജു ഇതിനെല്ലാം കാരണം ഞാനും കാരണമല്ലേ രാജുവിന് വിഷമിക്കേണ്ടി വന്നത്. എന്നെ രാജു കല്യാണം കഴിച്ചതുകൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും വിഷമിക്കുന്നുണ്ടില്ലേ. മേഡം വിഷമിക്കാതിരിക്കുക, ഇതൊന്നും അത്ര കാര്യമാക്കണ്ട, അമ്മയുടെ ഈ പിണക്കമൊന്നും അത്ര കാര്യമാക്കണ്ട, അതൊക്കെ തന്നെ മാറിക്കോളും. രാജു എന്തിനാ എന്നെ പിന്നെ ഇങ്ങനെയും മേഡം എന്ന് വിളിക്കുന്നത്? അത് ഞാൻ വിളിച്ചങ്ങ് ശീലിച്ചു പോയില്ലേ. രാജു ഞാനൊന്ന് ചോദിച്ചോട്ടെ, രാജു എന്നെ സിൻസിയർലി താലി കെട്ടിയതാണോ അതോ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണോ? എന്താ മേഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അത് വീണ്ടും എന്നെ ഇങ്ങനെ മേഡം എന്ന് വിളിക്കുന്നോണ്ടാ. എന്നെ ഋതികയെന്ന് വിളിച്ചുകൂടെ? വിളിക്കാം മേഡം എന്നും പറഞ്ഞ് രാജുവിന് ചിരി വരുന്നുണ്ട്. ഋതികയ്ക്ക് മനസ്സിൽ എന്തോ ഒരു സംശയം. രാജു ആദ്യം കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് പിന്നീട് വന്ന് എന്താ എന്നെ കല്യാണം കഴിച്ചത്? രാധമ്മ രമ്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് കരുതിയായിരിക്കും ആദ്യം അകന്ന് നിന്നത്. എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്, എന്നോടുള്ള പ്രേമം കൊണ്ട് തന്നെയാണോ എന്നെ വിവാഹം കഴിച്ചത്? എന്താ മേഡം എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല രാജു. അല്ല, എന്തോ ഉണ്ട്. രാജുവിന് ഇത് വേണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ രാജു ഇപ്പോൾ കുറച്ച് ബോൾഡായിട്ടുണ്ട്. രാജു പറയുക, വേണ്ടായിരുന്നു തോന്നിയിരുന്നെങ്കിലേ ഞാൻ മേഡത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നു. ഒരല്പം പ്രണയമൊക്കെ കലർന്ന സ്വരത്തിൽ തന്നെയാണ് രാജു പറയുന്നത്. ഞാൻ താലി കെട്ടിയതേ ആത്മാർത്ഥതയോടെ തന്നെ. അത് കേട്ടതും ഋതികയുടെ മുഖത്ത് വിരിഞ്ഞ ഒരു സന്തോഷം. അപ്പോൾ രാജു എന്നെ കല്യാണം കഴിച്ചത് എന്നോടുള്ള പ്രണയം കൊണ്ട് തന്നെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ആ പ്രണയത്തോടെ തന്നെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൊച്ചമ്മണിയും ജയനും കൂടെ കുറേ പൂക്കളും പഴങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്കകത്തോട്ട് പ്രവേശിക്കാവോ എന്നും ചോദിച്ചുകൊണ്ട് ചിരിച്ചോണ്ടാണ് വരുന്നത്. രാജുവും ഋതികയും പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റിട്ട്, അയ്യോ ഇതൊക്കെ എന്തുവാ? ഇതേ ഞങ്ങൾ മണിയറ അലങ്കരിക്കാൻ വന്നതാ. പച്ചോന്തി ജയൻ കാലുമാറി. ജയൻ പറയുക, ഞാനേ പ്ലേറ്റ് തിരിച്ചതൊന്നുമല്ല, ന്യായം അളിയൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ അളിയ എന്ന് രാജു ചോദിക്കുമ്പോൾ, ഉണ്ടളിയ, ഇനി 1-2 സാധനം കൂടെ എടുത്തോണ്ട് വരാനുണ്ട്. അങ്ങനെ കൊച്ചമ്മണിയും ജയനും ഋതികയുടെയും രാജുവിൻ്റെ സൈഡിലോട്ട് ചാഞ്ഞു.
കൊച്ചമ്മയുടെ വകയൊരു ഉപദേശം. ദാണ്ടേ ആദ്യ രാത്രി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ. ഞാൻ ഒരു ഓട്ടംതുള്ളലുകാരനെയായിരുന്നു കല്യാണം കഴിച്ചത്. അതുകൊണ്ട് നേരം വെളുക്കുന്നിടം വരെ ഞാൻ ഓട്ടംതുള്ളൽ കാണുമായിരുന്നു. കല്യാണ സൗഗന്ധ്യം അതായിരുന്നു കഥ. ഇവിടെ രാധമ്മയും പെൺമക്കളുടെ ഓട്ടംതുള്ളലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഒന്നാമത് യാതൊരു സമാധാനമില്ല. ഇതിനിടയ്ക്ക് മണിയറ. ഇതൊന്നും വേണ്ട അളിയ, പറ്റത്തില്ലളിയ. ഇതൊക്കെ ആവശ്യമാണ്. നമ്മുടെ ജയൻ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്ക്, ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് അലങ്കരിക്കട്ടെ എന്ന് പറയുമ്പോൾ രാജുവും ഹൃദയം കൂടെ പുറത്തിറങ്ങുന്ന സമയത്ത് രാജുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് താഴെ വീഴുന്നുണ്ട്. രാജു അത് ശ്രദ്ധിക്കാതാണ് പോയത്. ആ സമയത്ത് നമ്മുടെ ജയനും കൊച്ചമ്മണിയുടെ കട്ടിലൊക്കെ അലങ്കരിക്കുമ്പോൾ ആ താഴെ കിടക്കുന്ന കത്ത് ജയൻ കാണുന്നുണ്ട്. ഇതെന്തുവാ എന്നും പറഞ്ഞ് ജയൻ ഇങ്ങനെ തുറന്നു നോക്കാൻ ഒരുങ്ങുമ്പോൾ രാജു ഓടി വരുവാണ്. ഓടി വന്ന കത്തങ്ങ് തട്ടിപ്പറിച്ചു. ഇപ്പോഴല്ലേ കഥയുടെ ട്വിസ്റ്റ് മനസ്സിലായത്. പത്മാവതി അന്നൊരു കത്തെഴുതി രാജുവിൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്ത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. രാജു അങ്ങനെ മനസ്സിലായെന്ന് തോന്നുന്നു പത്മാവതിയാണ് ഹൃദയയുടെ അമ്മയെന്നും. പിന്നെ എന്തൊക്കെയാണ് പത്മാവതി ആ കത്തിൽ എഴുതിയിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പിന്നീടേ അറിയാൻ പറ്റത്തുള്ളൂ. കൊച്ചമ്മണിയും ജയനും കൂടെ അങ്ങനെ തകർത്ത് പിടിച്ച് അവർക്ക് മണിയറയൊക്കെ അങ്ങോട്ട് ഒരുക്കുവാണ്. ഹൃതിക വെളിയിൽ വന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വേണുവേട്ടൻ ഒരു ഗ്ലാസ് ജ്യൂസും ഒക്കെ ആയിട്ട് വന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട്. മോൾ ഇവിടെ വന്നിട്ട് ഇതുവരെ വെള്ളമൊന്നും കുടിച്ചില്ലല്ലോ. എന്ത് ചെയ്യാനാ, ഭാഗ്യദോഷം. സ്വന്തം മകളെപ്പോലെ പൊന്നുപോലെ സ്നേഹിച്ച രാധമ്മയാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്നത്. മരുമകളായിട്ട് കയറി വന്നപ്പോൾ രാധമ്മ പാലും പഴവും കൊടുത്ത് സ്വീകരിക്കേണ്ടതാണ്. അതൊന്നും നടന്നില്ല. ഹൃതിക സങ്കടത്തോടെ വേണുവേട്ടനെ നോക്കി വാങ്ങിച്ചത് കുടിക്കുവാണ്. സ്വർഗമാണെന്ന് കരുതി മോള് കയറി വന്നത് നരകത്തിലേക്കായിപ്പോയി. സാരമില്ല മോളെ, ഇതൊരു സ്വർഗമായിട്ട് തന്നെ ദൈവം നമുക്ക് തിരിച്ചു തരും. കണ്ണീരോടെ വിതയ്ക്കുന്നതെല്ലാം ആർപ്പോടെ കൊയ്യും. എന്നാലും അങ്കിളെ, ഞാൻ കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായല്ലോ. അതിന് മോൾ എന്ത് തെറ്റാ ചെയ്തത്? മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവമായിട്ട് നടത്തുന്ന കുറച്ച് ശരികളുണ്ട്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് ദൈവം തന്നെ അത് ചെയ്യിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ മോളൊന്ന് ഓർത്ത് നോക്കിക്കേ, രാജകൊട്ടാരത്തിലെ മകളെ ഒരു ഡ്രൈവറിൻ്റെ മകൻ കെട്ടുവോ? എൻ്റെ മകൻ ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കുമെന്നുള്ള സ്വപ്നം ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല. അതവൻ ജനിച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമായി, അത്രയേ ഉള്ളൂ. രാജുവിൻ്റെ ജാതകത്തിലുണ്ടല്ലോ രാജു ഒരു രാജകുമാരിയെ കെട്ടുമെന്ന്. അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് മോള് കരയണ്ട. അനുകൂലമായ കാറ്റ് വീശാതെ ഒരു മഴയും തോരത്തില്ല. ശ്രീലക്ഷ്മിയും ഹരീഷും കൂടെ അങ്ങോട്ട് വരുവാണ്. ശ്രീലക്ഷ്മി പറയുക, അച്ഛനിപ്പോൾ ഇവളെ മതിയല്ലോ, മക്കളെ വേണ്ടല്ലോ, മതിയടി നിൻ്റെ ധിക്കാരം. നിന്നോട് ഞാനിപ്പോൾ ഒന്നും പറയാത്തതേ നിൻ്റെ ഭർത്താവ് കൂടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞാലേ അത് ഇവന് വേദനിക്കും. കാരണമേ അവൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. പെട്ടെന്ന് ഹൃതിക പറയുന്നു, ശ്രീ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക് എന്നും പറഞ്ഞ് 2 കൈയെടുത്ത് നമ്മുടെ ഹൃതിക തൊഴുന്നുണ്ട്. ആ നന്ദി കെട്ടവൾ പറയുക, എൻ്റെ ചേട്ടനെ തട്ടിയെടുത്തിട്ട് നീ ക്ഷമ പറയുന്നോ? ഞങ്ങളുടെ കുടുംബം കലക്കിയിട്ട് നീ നിന്ന് കരയുന്നോ? അത് കേട്ടിട്ട് ഹരീഷ് ശ്രീലക്ഷ്മിയെ വഴക്ക് പറയുന്നു. ശ്രീലക്ഷ്മി, നീ എന്തിനാ ഹൃതിയെ അങ്ങനെയൊക്കെ പറയുന്നത്? ഹൃതിക എന്ത് തെറ്റ് ചെയ്തു? വാക്ക് വ്യത്യാസം കാണിച്ചതും ചതിച്ചതും നിന്റെ ചേട്ടനാ. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ നിന്റെ ചേട്ടനോടാ ചോദിക്കേണ്ടത്. അത് കേട്ടോണ്ട് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ നിനക്ക് എന്താടി ചോദിക്കാനുള്ളത്? ചോദിക്കടി. എന്താ നിനക്ക് ചോദിക്കാനൊന്നുമില്ലേ? നാവിറങ്ങിപ്പോയോ? നിനക്ക് ഈ നിൽക്കുന്ന ഹരീഷിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാം, പ്രിയ ചേച്ചിക്ക് ജയനെ കല്യാണം കഴിക്കാം. എന്താ പിന്നെ എനിക്കിതൊന്നും ആയിക്കൂടെ? അതോ ജീവിത അവസാനം വരെ ഞാൻ ഈ വീട്ടിലിങ്ങനെ കറവപ്പശുവായി നിങ്ങളുടെ മുന്നിലിങ്ങനെ നിന്നു തരണോ? നമ്മുടെ രാജു ഇപ്പോഴാണ് ആൺകുട്ടി ചോണക്കുട്ടിയായത്. എന്താടി രാജു ചോദിച്ചാലും നീ ഉത്തരം പറയാത്തത് എന്നും പറഞ്ഞ് വേണുവേട്ടൻ വഴക്ക് പറയുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി പറയുക, രാജുവേട്ടൻ വിവാഹം കഴിച്ചതിന് ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല, പക്ഷേ രമ്യ ചേച്ചിയെ പറഞ്ഞു പറ്റിച്ചെന്ന് ഇന്ന് പറയുമ്പോഴേ നിർത്തടി. രമ്യ ചേച്ചിയെ പറഞ്ഞു പറ്റിച്ചെന്ന് ഒരു 10,000 വട്ടം ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. രമ്യയെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമല്ലെന്ന്. ഇത് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൾ വന്ന് പറയട്ടെ. പിന്നെ അമ്മ അവർക്ക് വാക്ക് കൊടുത്തതോ? അമ്മ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ അമ്മ എന്ന് ഉത്തരം പറയട്ടെ. അത് കേട്ടോണ്ട് രാധമ്മ അങ്ങോട്ട് വന്ന് പറയുക, ഞാൻ വാക്ക് കൊടുത്തതേ എൻ്റെ മകനെ വിശ്വസിച്ച. രാജു പറയുക, മറ്റുള്ളവരുടെ ജീവിതം എടുത്തിട്ടല്ല ഇങ്ങനെ കളിക്കേണ്ടത്. അതിന് പെറ്റമ്മ ആയാൽ പോലും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഒരു പാഴ്ജന്മം? നീ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സഹിച്ചല്ലേ പറ്റൂ. കാരണം ഞാൻ നിൻ്റെ അമ്മയായിപ്പോയില്ലേ. പിന്നൊരു കാര്യം, രമ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇതിനുള്ള മറുപടി അല്പം മുമ്പേ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അവളും ഞാനും തമ്മിൽ യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും ഉണ്ടായിട്ടില്ല. ഒരു പെങ്ങളെപ്പോലെ മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള അവളുടെ ഒരു വാശിയായിരുന്നു. പകയും വൈരാഗ്യവും പ്രതികാരവും ഒക്കെ ചേർന്നുള്ള ഒരു വാശി.
അതിനൊന്നും നിന്നുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. കാരണമേ ഇത് എൻ്റെ ജീവിതമാണ്. ആരും പ്രതീക്ഷിച്ചില്ല രാജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ആർക്കും ഉത്തരവില്ല. എല്ലാവരും പരസ്പരം നോക്കി ഇത് നമ്മുടെ രാജു തന്നെയാണോ എന്നിങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ സമയമൊക്കെ പോയി രാത്രിയായി. നമ്മുടെ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ആകാശത്തോട് ഇങ്ങനെ പതുക്കെ നീങ്ങുന്നുണ്ട്. പത്മാവതി എഴുതിയ കത്ത് രാജു പോക്കറ്റിൽ വെച്ചിരുന്നെടുത്ത് ഇങ്ങനെ നോക്കുവാണ്. അന്ന് രാത്രി രാജു ആരോടും പറയാതെ നാട് വിട്ടു പോവുകയാണെന്ന് പറഞ്ഞ് കത്തെഴുതി വെച്ചിരുന്നല്ലോ. അങ്ങനെ രാജു ബാഗുമൊക്കെ തോളിലിട്ടുണ്ട് രാത്രിയിൽ ആരും കാണാതെ പോകാനായിട്ട് ഇങ്ങനെ വന്ന് അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ബൈക്കിൻ്റെ സൈഡിലായിട്ട് പത്മാവതി എഴുതി വെച്ചിരുന്ന കത്തിരിക്കുന്ന അവൻ കണ്ട് ആ കത്തിങ്ങനെ എടുത്ത് വെച്ച് നോക്കി ആ കത്തിങ്ങനെ എടുത്ത് തുറന്ന് വായിക്കുവാണ് നമ്മുടെ രാജു. അപ്പോൾ ഫ്രണ്ട്സ്, ആ കത്തിലെഴുതിയ വാചകങ്ങളാണ് രാജു ഹൃതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ആ കത്തിൽ ഇനി എന്തൊക്കെയാണ് എഴുതിയിരുന്നതെന്നൊക്കെയുള്ള നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.